പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സവിത തോമസ്. ഞാൻ കുവൈറ്റിൽ നിന്ന് വരുന്നു. ഒരു നഴ്സാണ്. ഈ കൃപാസനം അൾത്താരയിൽ വന്ന് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും മുൻപിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് 1000 നന്ദി പറയുന്നു. 2023 മെയ് 15 ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. 2019 തൊട്ട് കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കൊരു പത്രം കിട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും അത് ഒന്ന് മറിച്ച് നോക്കാണ്ട് കബോർഡിൽ വച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് കൃപാസനമുണ്ട്, അവിടെ ഉടമ്പടിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്നും നമുക്ക് പറ്റിയ കാര്യമല്ല, അതിൽ നിബന്ധനകൾ പാലിക്കണം, അതൊന്നും സാധിക്കുകയില്ലെന്ന് പറഞ്ഞ് ആ പത്രം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അരമാലയിൽ വെച്ചു. 2023 പിന്നീട് ഞാൻ ആ ചേച്ചിയായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ ചേച്ചിക്ക് ലഭിച്ച അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞു, നീ ജസ്റ്റ് യൂട്യൂബിലൊന്ന് കയറി കൃപാസനത്തിലെ സാക്ഷ്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്ക്, അച്ഛൻ്റെ പ്രസംഗമൊക്കെ ഒന്ന് കേട്ട് നോക്ക്, നീ ലീവിന് പോവുമല്ലേ, കൃപാസനത്തിലൊന്ന് പോയി വാ എന്നോട് പറഞ്ഞു. അങ്ങനെ 2023 ഞാൻ ഏപ്രിൽ ലീവിന് വരുമ്പോൾ ഞാൻ കുവൈറ്റിൽ വെച്ച് തീരുമാനിച്ചിരുന്നു ആലപ്പുഴ കൃപാസനത്തിൽ വരണം. പക്ഷേ കൃപാസനത്തെ പറ്റി എൻ്റെ വീട്ടുകാർക്ക് ആർക്കും മാതാവിന് പ്രാർത്ഥനയുണ്ടെങ്കിലും കൃപാസനം മാതാവ് ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി ദൂരം കൂടുതലാണ്, നീ തന്നെ പോകണ്ട എന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, എല്ലായിടത്തും മാതാവുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മെയ് 17 ഞാൻ തിരിച്ച് കുവൈറ്റിന് പോകണം. മെയ് 15 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതും അത്ഭുതകരമെന്ന് പറയട്ടെ, ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. പക്ഷേ മെയ് 15 എൻ്റെ ഫാദറിലോ 73 വയസ്സുള്ള അപ്പച്ചനുമായിട്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത്. അന്ന് 5 നിയോഗങ്ങൾ ഞാൻ എഴുതി. ഒരു നിയോഗം സ്പേസ് അച്ഛൻ പറഞ്ഞ പോലെ നിയോഗം എഴുതിയില്ല. 5 നിയോഗങ്ങൾ ഞാൻ എഴുതിയപ്പോൾ ഒന്നാമത്തെ നിയോഗം എനിക്കൊരു സുവിശേഷ പ്രഘോഷകയാകണമെന്നതായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ, അനേകരെ ഈശോയിലേക്ക് എത്തിക്കുവാനും ഒരു ഉപകരണമാക്കണേ എന്നാണ് ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗം എഴുതിയത്. ബാക്കി 2ാമത്തെ 3ാമത്തെ അങ്ങനെ 5 വരെയുള്ള നിയോഗങ്ങൾ എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്ക് മാതാപിതാക്കൾക്ക് എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് എഴുതി. ഞാൻ അന്ന് രാത്രിയോടെ വീട്ടിൽ തിരിച്ചെത്തി. അന്ന് അനീതിക്ക് ഓസ്ട്രേലിയക്കുള്ളൊരു പ്രൊസീജിയറിന് തടസ്സമായിട്ട് നിൽക്കുകയായിരുന്നു. ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ലായിരുന്നു. മെയ് 15 ഞാൻ വീട്ടിൽ ഒരു 9 മണിയോടെയാണ് എത്തിയത്. അപ്പോൾ ചെന്ന് 9:30 അവൾ എന്നെ അയർലൻഡിൽ നിന്ന് വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് നാളെ ഓസ്ട്രേലിയക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിന് നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കേട്ട സാക്ഷ്യങ്ങളിലെല്ലാം ഉടമ്പടി എടുത്തവരുടെ കൂടെ മാതാവുണ്ട് എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം, അതാണ് എന്നെ ഇവിടെ ഉടമ്പടി എത്തിച്ചത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മാതാവും ഈശോയും നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്ക് പൂർണ്ണമായിട്ട് ആ നിമിഷം തന്നെ ഉടമ്പടി എടുത്ത അന്ന് തന്നെ എനിക്ക് മനസ്സിലായി. 17-ാം തീയതി ഞാൻ കുവൈറ്റിന് തിരിച്ചു പോയിട്ട് എൻ്റെ നോർമലായിട്ടുള്ള ഡ്യൂട്ടിയും കാര്യങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം ഒരു രീതിയിൽ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസത്തെ അച്ഛൻ്റെ പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞു, കുവൈറ്റിലൊരു അഖണ്ഡ ജപമാല ഗ്രൂപ്പുണ്ട്, അത് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒന്നാമത്തെ നിയോഗമായ ആത്മീയ മേഖലയിൽ കൂടുതൽ വളരാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട്, അപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എനിക്കതിൽ ജോയിൻ ചെയ്യണം. ഞാൻ പലരോടും അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ആർക്കും അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ എന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സവിത, കുവൈറ്റിൽ ഇങ്ങനെ അഖണ്ഡ ജപമാല ഗ്രൂപ്പുണ്ട്, നീ അതിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ സാന്നിധ്യവും ഈശോയുടെ സാന്നിധ്യവും എല്ലാം ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം തന്നെ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചപ്പോൾ അതിൽ എനിക്ക് പൂർണ്ണമായിട്ട് സന്തോഷമായിരുന്നു. അങ്ങനെ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ സജീവമായിട്ട് പങ്കെടുത്ത് എല്ലാ മാസങ്ങളിലും ആത്മീയമായിട്ട് വളർന്നുകൊണ്ടിരുന്നു. ജപമാല ഒത്തിരി ചെല്ലുന്നതിൽ 6ഉം 7ഉം ജപമാല, ചില ദിവസങ്ങളിൽ ഓഫുള്ളപ്പോൾ അഖണ്ഡ ജപമാല വരെ ഇരുന്ന് ചെല്ലുന്നതിന് ഒരു മടുപ്പും തോന്നിയിട്ടില്ല. അപ്പോൾ ഈശോയോട് കൂടുതലായിരിക്കും, ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഈശോയോട് കൂടെ, പരിശുദ്ധ അമ്മയോട് കൂടെയുള്ള ഒരു സാന്നിധ്യം പൂർണ്ണമായിട്ടും അനുഭവപ്പെട്ടു. ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കൊന്ത ഞാൻ എപ്പോഴും പറയുന്ന ജീവനുള്ള ജപമാലയാണ്. പലപ്പോഴും മാതാവിൻ്റെ ഇത് പിടിക്കുമ്പോൾ ആ ഒരു പൾസേഷൻ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പലരും അത് വിശ്വസിക്കാറില്ല. പക്ഷേ രാത്രി കിടക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഈ കൊന്ത ഞാൻ പിടിച്ചിട്ടിരിക്കുമ്പോൾ ഇതിനകത്ത് മാതാവിൻ്റെ ഒരു ശക്തി ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു.
ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസവും പല പല ആത്മീയ മേഖലകളിലും ഭൗതിക മേഖലകളിലും അനുഗ്രഹങ്ങൾ ഈശോ ഒത്തിരി തന്നിട്ടുണ്ട്. അതെല്ലാം പരിശുദ്ധ അമ്മയിലൂടെയാണ്, ഈ ജപമാലയിലൂടെയാണ്. ഇതിനിടയ്ക്ക് ഞാൻ 4 പ്രാവശ്യം OIT എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ പലപ്പോഴും സ്കോറുകൾ കുറഞ്ഞു. എങ്കിലും നിരാശരാകാതെ ദൈവം തക്ക സമയത്ത് നല്ലതിനായിട്ട് റിസൾട്ട് തരുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അങ്ങനെ ഫെബ്രുവരിയിൽ എഴുതിയ എക്സാം കഴിഞ്ഞപ്പോഴും ഞാൻ ഫെയിലായി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയുമായിട്ടിരുന്ന് ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ എന്നൊരു ഡേറ്റ് എടുക്കാമെന്ന് തീരുമാനിച്ചു. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈയിലെല്ലാം ഡേറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടി പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ സങ്കീർത്തനങ്ങൾ 46 ദൈവം നമ്മോടുകൂടെ. അങ്ങനെ ഏപ്രിൽ മാസം 6-ാം തീയതി ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു. ആ 46 എന്ന ആ സങ്കീർത്തനം വെച്ച് ഞങ്ങൾ അന്ന് ഡേറ്റ് എടുത്ത് പ്രാർത്ഥിച്ചു. ഈശോ കൂടെയുണ്ടെന്ന പൂർണ്ണ വിശ്വാസത്തിലെ എക്സാം എഴുതി. ലിസണിങ് എന്ന മോഡ്യൂളായിരുന്നു എനിക്ക് ഏറ്റവും പാട്. ആ മോഡ്യൂളിൽ പല പ്രാവശ്യവും പ്രാക്ടീസ് ചെയ്തും അച്ഛൻ പറയുന്ന പോലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്തും പ്രാർത്ഥിച്ചും സാക്ഷ്യങ്ങൾ കേട്ടും ഞാൻ 3-4 എക്സാം എഴുതിയപ്പോഴും പാസ്സായില്ല. അപ്പോൾ ഫെബ്രുവരിയിൽ അങ്ങനെ ഒരു എക്സാം കഴിഞ്ഞ് തോറ്റുപോയപ്പോൾ ഞാൻ ഈ ഡേറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് തീരുമാനിച്ചു ഇനി 1 മാസമുണ്ട് എക്സാമിന്. ആ എക്സാമിന് ഡേറ്റ് എടുക്കുമ്പോൾ എനിക്ക് കൃപാസനം അൾത്താരയിൽ ഞങ്ങളുടെ കുവൈറ്റിൽ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ വന്നൊരു സാക്ഷ്യം പറയണം. അതൊരു വ്യത്യസ്തമായ സാക്ഷ്യമായിരിക്കണം. ഓരോ ദിവസം ഓരോ മൊഡ്യൂൾ വീതം പ്രാക്ടീസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറഞ്ഞു. ഞാൻ ഓരോ ദിവസം ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ തുടങ്ങി. മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്തതേയില്ല. ഒരു മാസം കണക്ക് കൂട്ടി 80ഓളം സാക്ഷ്യങ്ങൾ ഈ 1 മാസം കൊണ്ട് ഞാൻ എക്സാമിന് മുന്നേ ലിസണിങ്ങിന് മുന്നേ കേട്ടു. അപ്പോൾ എക്സാം ഡേറ്റായി ഹോളിൽ ചെന്നപ്പോൾ എക്സാം സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോൾ ലിസണിങ്ങിൽ സ്പീക്കറിന് മൊത്തം കംപ്ലയിൻറ്റ്സ്, ഒന്നും കേൾക്കാൻ പാടുന്നില്ല, ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ്. അപ്പോൾ എക്സാം കഴിഞ്ഞ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഇത്രയും നന്നായിട്ട് എഴുതിയ പരീക്ഷകൾ പോലും ഞാൻ ജയിച്ചിട്ടില്ല, അപ്പോൾ ഇത്രയും പ്രശ്നമുള്ള പരീക്ഷ ഞാൻ എങ്ങനെ ജയിക്കും? ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഡേറ്റ് എടുക്കാം. ഞാൻ പറഞ്ഞു ഡേറ്റ് എടുക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ ചെന്ന് 2 ദിവസം ഇരുന്നിട്ട് ഒരു ഡയറിയിൽ എടുത്ത് എഴുതി, ഇനി വരുന്ന 14 ദിവസം കഴിഞ്ഞ് വരുന്ന എൻ്റെ റിസൾട്ടിന് പരിശുദ്ധ അമ്മ എന്നെ ജയിപ്പിച്ചു എന്ന് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഇത് ഞാൻ അങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നിയത് ഞാൻ ഇതിനു മുന്നേ കേട്ടിട്ടുള്ള സാക്ഷ്യങ്ങളിൽ നിന്ന് തന്നെയാണ്. നമുക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ നന്ദി പറഞ്ഞ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള ഫലങ്ങൾ എന്താണെന്ന് എനിക്കറിയാമായിരുന്നു. മനസ്സിൽ പലപ്പോഴും തോക്കുമെന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ഹെബ്രായർ 11:1 വിശ്വാസം എന്നത് കാണപ്പെടാത്തവ ഉണ്ട് എന്ന് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ബോധ്യവുമാണ്. ആ വചനം എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നു. റിസൾട്ട് വന്നു, ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ലിസണിങ് മോഡ്യൂളും കിട്ടി. അങ്ങനെ എൻ്റെ ന്യൂസിലാൻഡ് പ്രൊസീജിയറിൻ്റെ എല്ലാ സ്കോറും എനിക്ക് കിട്ടി. ബാക്കിയുള്ള കടമ്പകൾ കിടക്കാനുണ്ട്. കോളേജിൽ നിന്നുള്ള പേപ്പർ കിട്ടാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല. അത് ഞാനൊരു ദിവസം ഇരുന്ന് ലൈറ്റ് ക്യാൻഡി പ്രെയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ കോളേജിലേക്ക് ഒരു മെയിൽ അയച്ചു. അതിനകത്ത് ഫോണിനകത്ത് ഉപ്പിട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു അഖണ്ഡ ജപമാല ഇരുന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു. 2 ദിവസത്തിനുള്ളിൽ കോളേജിൽ നിന്ന് അതിനുള്ള റിപ്ലൈ തന്നു. അത് കഴിഞ്ഞ് CGFNSന് ഒരു പേപ്പർ അങ്ങോട്ട് പോകണം, അമേരിക്കയ്ക്ക് പോകാനുള്ളൊരു പേപ്പർ. അത് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു കോളേജിൽ നിന്ന് പോകുമ്പോൾ അതൊരു 45 ദിവസമെങ്കിലും എടുക്കും. അപ്പോൾ എനിക്ക് ജൂണിൽ ലീവിന് വരണം, അതിനു മുന്നേ എൻ്റെ പ്രോസസ്സിങ് എന്തെങ്കിലും ആവണം. അപ്പോഴും ഞാനും വന്നും ലെറ്ററിലേക്ക് എൻ്റെ റിക്വസ്റ്റ് ഇട്ട് അഖണ്ഡ ജപമാല ചൊല്ലി ആ പേപ്പറിൻ്റെ മേളിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പ്രവർത്തിയട്ടെ. 7 ദിവസത്തിനുള്ളിൽ ആ പേപ്പറും അവിടെ US-ലെത്തി. എൻ്റെ CGFNS കംപ്ലീറ്റായി. ബാക്കിയുള്ള എൻ്റെ പ്രൊസീജിയറുകളും അതിൻ്റെ വഴിക്ക് നടക്കുന്നു. അതിന് കൂടെ തന്നെ എൻ്റെ ആത്മീയ മേഖലയിൽ ഈശോ ഓരോ നിമിഷവും എന്നെ കൈപിടിച്ച് നടത്തുന്നുണ്ട്. പ്രാർത്ഥിക്കുവാനും പള്ളിയിൽ പോകുവാനും ബൈബിൾ വായിക്കാനുമുള്ള ആഗ്രഹങ്ങൾ, പിന്നെ വിശുദ്ധ തൈലങ്ങൾ, ഉപ്പ്, തേൻ ഇതെല്ലാം ഉപയോഗിക്കാറുണ്ട്. മക്കളാണെങ്കിലും എന്തെങ്കിലും അസുഖം വരുമ്പോഴത്തേനും അമ്മേ തേൻ താ ഉപ്പ് താ എന്ന് പറഞ്ഞ്, കൃപാസന മാതാവിൻ്റെ ഉപ്പ് താ തേൻ താ എന്ന് പറഞ്ഞ് പുറകെ വരും. എൻ്റെ മമ്മിക്ക് കൈക്ക് 10 വർഷമായിട്ട് വേദനയായിരുന്നു. MRI ചെയ്തപ്പോൾ ഷോൾഡർ ഇവിടുന്ന് വിട്ട് കിടക്കുക, ടേറിങ് ആണ്. അപ്പോൾ അത് സർജറി അല്ലാണ്ട് വേറെ ഒരു മാർഗവുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. മമ്മി അപ്പോൾ അനിയത്തിയുടെ കൂടെ അയർലൻഡിലായിരുന്നു. കൈ പൊക്കി ഒന്നും ചെയ്യുവാനോ പിള്ളേരെ എടുക്കാനോ പോലും പറ്റുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, ഉടമ്പടിയിലല്ലേ. ഞാൻ എൻ്റെ കൈ വലതുവശത്തെ കയ്യിൽ ഷോൾഡറിൽ മമ്മിയുടെ വേദനയുള്ള സ്ഥലത്ത് ഞാൻ എൻ്റെ കയ്യിൽ എണ്ണ തേച്ച് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ കൈക്ക് ഒത്തിരി മാറ്റമുണ്ട്. ഇപ്പോഴും 1 വർഷം കഴിഞ്ഞു മമ്മിക്ക് സർജറി ഒന്നും ചെയ്തിട്ടില്ല. ആ കൈ കൊണ്ട് പണികളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെറിയ വേദനകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ അനീതിയുടെ കൊച്ചിൻ്റെ കയ്യിൽ
വാക്സിൻ എടുത്തിട്ട് ഒരു ആബ്സസ് ആയിട്ട് പൊട്ടിപ്പോകുക, അത് അങ്ങനെ ഒരു ലീഷനായിട്ട് ഇരിക്കുമായിരുന്നു. ഞാൻ അതും എൻ്റെ കയ്യിൽ തന്നെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് അത് പൂർണ്ണമായിട്ടും അതിന് സൗഖ്യം കിട്ടി. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാലയോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ശക്തി വലുതാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് 2 ദിവസം കഴിയുമ്പോൾ ഞാൻ കുവൈറ്റിന് തിരിച്ചു പോവുകയാണ്. അപ്പോഴും ഞാനിവിടെ ഓടി വന്നത് നിത്യജീവിതത്തിലെ ഈശോയുടെ കൂടെ ആയിരിക്കാൻ ഞാൻ പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഉടമ്പടി ഒരു ആയുധമായിട്ടാണ് ഞാൻ കാണുന്നത്. പരിശുദ്ധ ജപമാല അതിനൊരു കവചവും. ഞാൻ വർക്ക് ചെയ്യുന്നത് അഡിക്ഷൻ സെൻ്ററിലാണ്, സൈക്യാട്രി പ്ലസ് അഡിക്റ്റ് പേഷ്യൻസിൻ്റെ കൂടെയാണ്. അവിടെ ഉണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളും പേഷ്യൻസ് ഉപദ്രവിക്കുന്ന സംഭവങ്ങളും എല്ലാം പരിശുദ്ധ അമ്മയുടെ ഒരു നീല മേലങ്കി കൊണ്ടൊരു സംരക്ഷണം പോലെ എപ്പോഴും പൊതിഞ്ഞ് സംരക്ഷിക്കാറുണ്ട്. പല പല അപകടങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാം ഒരു ചെറിയ പോറൽ പോലും ഏൽക്കാതെ മാതാവ് സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടും ഈശോയോടും കൂടെ ആയിരിക്കുവാനും ജീവിതകാലം മൊത്തം സാക്ഷിയായിട്ടും പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായിട്ട് ജീവിക്കുവാൻ ഞാൻ പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 സ്തുതി. സങ്കീർത്തനം 46:1 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം ജീവിക്കുന്ന വചനമാണ്, ജീവശക്തിയുള്ള വചനമാണ്. അത് നമ്മളുടെ ജീവിതങ്ങളെ നവീകരിക്കുമെന്നും ശക്തിപ്പെടുത്തുമെന്നുമുള്ള വലിയ ബോധ്യത്തിലും വിശ്വാസത്തിലും നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറുന്നത്. നമ്മളുടെ മുൻപിൽ സവിത പോൾ എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ധീരതയോടുകൂടി വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ഈ സഹോദരി നമ്മളുടെ മുൻപിൽ നടത്തിയത്. നമുക്കറിയാം, ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം ഒത്തിരിയേറെ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വെച്ചു കൊടുക്കും. പ്രാർത്ഥനയോടും വിശുദ്ധമായ ജീവിതത്തോടും കൂടെ അവർ ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പോരായ്മകളെയും സമീപിക്കുമ്പോൾ ദൈവം തന്നെ അവർക്ക് വഴിതെളിക്കുകയും അവരുടെ മുൻപേ നടക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ അൾത്താരയിൽ അനുഭവ ജീവിത സാക്ഷ്യമായി ഉടമ്പടി എടുത്ത വ്യക്തികൾ പങ്കുവെക്കുന്നത്. ഈ സഹോദരിയും നമ്മളോട് OET എക്സാമിൻ്റെയും തൻ്റെ പ്രോസസ്സിങ്ങിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ്, ദൈവം വലിയ പദ്ധതി ഒരുക്കി ഈ സഹോദരിയോടൊപ്പം യാത്ര ചെയ്തുവെന്ന്. ഉടമ്പടി പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചപ്പോൾ സഞ്ചാരി മാതാവായ പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന വലിയ അനുഭവം ഈ സഹോദരിക്ക് ലഭിച്ചു. ഈ സഹോദരി വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു, പരീക്ഷയ്ക്ക് 1 മാസം മുമ്പ് ഞാൻ പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കുവാനും പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയ ശക്തി കാണിക്കുവാനുമായിട്ട് അഭയം പ്രാപിക്കുവാനുമായിട്ട് തുടങ്ങി എന്ന് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു. നമുക്കറിയാം, പ്രാർത്ഥനയിൽ ദൈവം നമ്മളോട് കൂടിച്ചേരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളത് ഓരോ ഉടമ്പടി ജീവിത സാക്ഷ്യങ്ങളിൽ നമ്മൾ കേൾക്കുന്നതാണ്. ഈ സഹോദരി സാക്ഷ്യം അവസാനിപ്പിച്ചപ്പോൾ ഈ സഹോദരി പറഞ്ഞത് നിത്യതയെക്കുറിച്ചാണ്. ഉടമ്പടി എടുക്കുന്നവർ ഉടമ്പടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും മാറ്റങ്ങളും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉന്നതിയിലെത്തുമ്പോൾ അവർ നിത്യതയെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് ഉടമ്പടി സാക്ഷ്യങ്ങളിൽ കേൾക്കുവാനായിട്ട് സാധിക്കും. ഉടമ്പടി ജീവിതം വിശ്വസ്തയോട് കൂടി കൊണ്ടുപോകുന്നവർക്ക്, ഉടമ്പടി ജീവിതത്തിൽ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നവർക്ക്, പരിശുദ്ധ അമ്മയോടൊപ്പം യാത്ര ചെയ്യുന്നവർക്ക് പരിശുദ്ധ അമ്മ നൽകുന്ന ഏറ്റവും വലിയ ദാനമാണ് നിത്യതയെക്കുറിച്ചുള്ള വലിയ ബോധം എന്ന് പറയുന്നത്. ആ ബോധ്യത്തിലായിരുന്നു കൊണ്ട് ഈ സഹോദരി നമ്മളോട് സംസാരിക്കുമ്പോൾ ഈ സഹോദരിയുടെ പ്രാർത്ഥനാ ജീവിതവും ഈ സഹോദരിയുടെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും നമ്മളുടെ ഉടമ്പടി ജീവിതത്തിന് നമുക്ക് ഉത്തേജനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സഹോദരിയോടൊപ്പം ചേർന്ന് നമുക്ക് ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്താം. ഈ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇവരുടെ കുടുംബത്തിന് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. നമുക്ക് ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.